നമ്മളെ യാത്ര കഴിഞ്ഞിട്ട് ഇങ്ങനെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന സമയത്തൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി സ്ഥലമാണിത്. ഫുൾ പച്ചപ്പും മഴയും വെയിലും തണുപ്പും എല്ലാം ഉണ്ടാകാൻ വേണ്ടിയുണ്ട്. അടിപൊളിയല്ലേ. ഒന്ന് ജസ്റ്റ് വാഷ്റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടി വന്ന ഏരിയ ആണ്. വേണ്ട, ഒരാൾ കുറച്ച് ടയർഡാണ്. ഇത് ഇവിടുത്തെ എന്തോ മാർക്കറ്റാണ് സംഭവം. അപ്പോൾ ഇവിടെ എന്തായാലും ഉണ്ടാവും. മാർക്കറ്റാണ്, പച്ചക്കറി കട. നോക്കി വാ കുടിക്കാം. എന്നാ തേന ജിന്ന ജാമ് നെല്ലിക്കുപ്പിൽ കല്ലുപ്പിട്ട് നോക്കും. കല്ലുപ്പ് നോക്കും. നോക്കിട്ടൊക്കെ ബീഫ് നോക്കിട്ടൊക്കെ സ്മെല്ലും ഇല്ലല്ലേ. വെറൈറ്റി വൈനുകൾ, സോജിൻ, ഇതിവിടുത്തെ ക്രിസ്മസ് മാർക്കറ്റാണ്. ചട്ടിയൊക്കെ ഉണ്ടോ? നമ്മുടെ നാട്ടിലെ ചന്തയിൽ മാർക്കറ്റ് ചട്ടിയൊക്കെ ചെയ്യും. ഇതുണ്ടോ ചകിരിന്റെ സാധനങ്ങൾ. ചട്ടികൾ ഇവിടുത്തെ കർഷകരുടെ മാർക്കറ്റാണ്. ചെടിച്ചട്ടി ഇങ്ങനെ ഈ ഫാമേഴ്സ് അല്ലെങ്കിൽ വീട്ടിൽ നിന്നുള്ള ആൾക്കാർ, കൃഷിക്കാര്, അങ്ങനത്തെ ഓരോരുത്തർ ഇങ്ങനെ ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് അവരുടെ പ്രൊഡക്ട്സ് അവരിവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. മരത്തിന്റെ ഒരു പ്രൊഡക്ട്സ് നോക്കിയ ഇവിടെ ഇത് ചെടി, മരങ്ങള്. അയ്യോ എന്ത് രസല്ലേ. നോക്ക്, ബ്യൂട്ടി. മരത്തിന്റെ സ്നോമാനല്ലേ. പക്ഷികൾക്ക് വേണ്ടിയിട്ടുള്ള പക്ഷീൻ്റെ ബേർഡ്സിൻ്റെ ഫുഡിലെ അടിപൊളി. പച്ചക്കറി കട വാങ്ങുന്ന ആക്കളും. ഇടയ്ക്കൊരു പച്ചക്കറി കട ഉണ്ട്. ഇതൊക്കെ ഓർഗാനിക്, ഇവിടുന്ന് ആൾക്കാരുണ്ടാക്കുന്നല്ലേ ഓർഗാനിക്. തോന്നുന്നൊരു 10-60 മൈൽ ദൂരമായിട്ട് ഫുള്ള് കാടാണ്, ഫുൾ മോട്ടോർ വേ ആണ്.
വേറെ പിന്നെ ഷോപ്സോ അങ്ങനത്തെ ഒരു പരിപാടിയില്ല. അതിൻ്റെ ഇടക്കാണ് ഇങ്ങനത്തെ ഒരു ഏരിയ. ഇപ്പം ഒരു 5-10 ഏക്കർ ഉണ്ട് അല്ലേ? 20 ഏക്കറോളം ഇങ്ങനെ പാർക്കിങ്ങും ഷോപ്പിങ്ങും. വിസ്കി ഷോപ്പുണ്ട്, സ്പെഷ്യൽ വിസ്കി ഷോപ്പ് എല്ലായിട്ട്. പക്ഷെ ഇവിടെ ഒരു പമ്പ് കൂടെ വെക്കായിരുന്നു അല്ലേ? പെട്രോൾ പമ്പ് കൂടെ അവിടെ ഉണ്ട്, സെറ്റായി. ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടിലേക്കുള്ള ഒരു വഴിയാണ്. കാസിലോ വിസിറ്റർ പ്ലെയർ കാസിൽ അല്ലേ? 3 മൈലുള്ളൂ. പോയി നോക്കിയാലോ? പോയി നോക്കുന്നോ? വേണ്ടല്ലേ, നമുക്ക് പിടിക്കാല്ലേ? കാസിൽ കണ്ടു മടുത്തുന്ന